കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമുക്കൊരുമിച്ച് ദൈവസന്നിധിയിൽ ഈ വെള്ളിയാഴ്ച പകൽ ഉപവാസത്തോടെ പ്രാർത്ഥനയോടെ ദൈവമുഖം അന്വേഷിക്കുവാൻ കർത്താവ് ഒരുക്കി തന്ന വിലപ്പെട്ട അവസരത്തിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നിങ്ങളെല്ലാവരെയും ക്രിസ്തുയേശുവിൽ വന്ദനം ചെയ്യുന്നു. അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് തെസ്സലോനിക്കർക്ക് എഴുതിയ ഒന്നാമത്തെ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം, ഒടുവിൽ സഹോദരന്മാരെ, ദൈവപ്രസാദം ലഭിക്കാൻ തക്കവണ്ണം നിങ്ങൾ എങ്ങനെ നടക്കണമെന്ന് ഞങ്ങളോട് ഗ്രഹിച്ചതുപോലെ നിങ്ങൾ നടക്കുന്നത് പോലെ തന്നെ ഇനിയും അധികം വർദ്ധിച്ചു വരണമെന്ന് ഞങ്ങൾ കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളോട് അപേക്ഷിച്ച് പ്രബോധിപ്പിക്കുന്നു. എല്ലാവരും വാക്യം വായിച്ചു കേട്ടല്ലോ, മനസ്സിലായല്ലോ. ധന്യനായ പൗലോസ് തെസ്സലോനിക്കയിലെ വിശ്വാസികളോട് പറയുക, നിങ്ങളുടെ ജീവിതത്തിൻ്റെ ആത്യന്തിക ലക്ഷ്യം ദൈവത്തെ പ്രസാദിപ്പിക്കുക എന്നുള്ളതാണ്. എങ്ങനെയെങ്കിലും ദൈവപ്രസാദം ലഭിക്കണം, അല്ലേ? തെസ്സലോനിക്കരോട് പറയുക, അതെങ്ങനെ പോയാൽ, എങ്ങനെ ജീവിച്ചാൽ നിങ്ങൾക്ക് ദൈവപ്രസാദം ലഭിക്കുമെന്ന് നിങ്ങൾക്കറിയാം. തെസ്സലോനിക്കരോട് പറയുക, അല്ലേ? എങ്ങനെ ജീവിച്ചാൽ ദൈവപ്രസാദം ലഭിക്കുമെന്ന് നിങ്ങൾക്ക് അറിയാം. എങ്ങനെയാണ് നിങ്ങൾ അറിഞ്ഞത്? എങ്ങനെ നടക്കണമെന്ന് ഞങ്ങളോട് നിങ്ങൾ ഗ്രഹിച്ചു. പൗലോസിനോട് അല്ലെങ്കിൽ ഇവരോട്, ദൈവത്തിൻ്റെ ദാസന്മാരോട് ഇവർ ഗ്രഹിച്ചു എന്ന് പറഞ്ഞാൽ വളരെ വ്യക്തമായി കൃത്യമായി തെസ്സലോനിക്കയിലെ വിശ്വാസികളെ പൗലോസ് പഠിപ്പിച്ചിട്ടുണ്ട്. എങ്ങനെ ജീവിച്ചാൽ ദൈവം പ്രസാദിക്കും. പ്രൈസ് ദി ലോർഡ്. ഇന്ന് വചനം കേൾക്കാനായിട്ട് ഈ രാവിലെ ഉപവാസ പ്രാർത്ഥനയ്ക്ക് വന്നിരിക്കുക ഞാനും നിങ്ങളും. നമ്മൾ ഈ ചൂടും സഹിച്ച് ഇവിടെ വന്നതിൻ്റെ ഏക ലക്ഷ്യം ദൈവം ഒന്ന് പ്രസാദിക്കണം. നമ്മുടെ പ്രാർത്ഥനയിൽ ദൈവം പ്രസാദിക്കണം, നമ്മുടെ ആരാധനയിൽ ദൈവം ഒന്ന് പ്രസാദിക്കണം, നമ്മുടെ കൂട്ടായ്മയിൽ ദൈവം ഒന്ന് പ്രസാദിക്കണം, നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ഒരു പ്രസാദം ഉണ്ടാകണം. അപ്പോൾ അതിനുവേണ്ടിയാണ് നമ്മളെല്ലാവരും ജീവിക്കുന്നത്. ഒരുപക്ഷെ യാക്കോബയിൽ നിന്നോ മർത്തോമായിൽ നിന്നോ അല്ലേ മറ്റ് വിഭാഗങ്ങളിൽ നിന്നൊക്കെ ഒരുപക്ഷെ വന്നവരുണ്ടായിരിക്കാം. ഇങ്ങനെ പല നിലയിലാണ് കർത്താവിനെ സേവിക്കാനായിട്ട് ആളുകൾ ഇറങ്ങിത്തിരിക്കുന്നത്, അല്ലേ? ഇറങ്ങിത്തിരിക്കുന്നതിൻ്റെ ആത്യന്തിക ലക്ഷ്യമെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ പ്രസാദമാണ്. ഇവിടെ നമ്മുടെ ആത്യന്തിക ലക്ഷ്യം മനുഷ്യനെ പ്രസാദിപ്പിക്കുക എന്നുള്ളതല്ല. ആണോ? പെന്തിക്കോസ്തിൽ വന്നതുകൊണ്ട് എത്ര പേർക്ക് ആ മനുഷ്യന്റെ പ്രസാദം ഉണ്ടായത്? കുടുംബങ്ങളിൽ നിന്ന് ഒറ്റപ്പെട്ടു, അല്ലെ? ബന്ധുക്കളിൽ നിന്ന് ഇങ്ങോട്ട് വന്നതിൻ്റെ പേരിൽ എത്ര പേരാച്ചാ മിണ്ടാതിരിക്കുന്നത്? എത്ര പേർക്കാ നിങ്ങളോടൊക്കെ വിരോധമുള്ളത്? എത്ര പേരാ നിങ്ങളിൽ പ്രസാദിച്ചത്? ആരുമില്ല. അങ്ങനെ പ്രസാദം നോക്കി വന്നതല്ല. ഇന്ന് വചനം കേൾക്കുന്ന നിങ്ങളോട് പറയാം, ഒരു വിശ്വാസിയുടെ ആത്യന്തിക ലക്ഷ്യമെന്ന് പറയുന്നത് അവനിൽ ദൈവം പ്രസാദിക്കണം. ആർക്കെങ്കിലുമൊക്കെ ഈ വിശ്വാസത്തിൽ വന്ന് കുറച്ച് കഴിയുമ്പോൾ നമ്മുടെയൊക്കെ അകത്ത് വരാറുണ്ട്, ഇനി കുറച്ച് നാൾ മനുഷ്യനെയൊക്കെ എന്ത് ചെയ്യാം, ഒന്ന് പ്രസാദിപ്പിച്ച് കളയാം, ആർക്കെങ്കിലുമൊക്കെ ഒരു പ്രസാദം ഉണ്ടാകുന്ന നിലയിൽ ഒന്ന് പെരുമാറിക്കളയാം. അങ്ങനെയൊക്കെ പെരുമാറുമ്പോൾ ഒരു പക്ഷേ ആരെങ്കിലുമൊക്കെ നിങ്ങളുടെ കൂടെ നിന്നെന്ന് വരാം. പക്ഷേ സ്വർഗത്തിൽ ദൈവം നിൽക്കത്തില്ല. മനുഷ്യനെ പ്രസാദിപ്പിക്കാനായിട്ട് നിങ്ങളുടെ ജീവിതമാകട്ടെ, നിങ്ങളുടെ പ്രവർത്തികളാകട്ടെ നിങ്ങൾ ചെയ്യാൻ തുടങ്ങിയാൽ, അത് പാസ്റ്റർമാരാകട്ടെ വിശ്വാസികളാകട്ടെ, അവർ മനുഷ്യനെ പ്രസാദിപ്പിക്കുന്നത് ലക്ഷ്യമാക്കിക്കൊണ്ട് ജീവിച്ചാൽ ദൈവത്തിൻ്റെ പ്രസാദം അവരിൽ നിന്ന് പോകും. ദൈവം അവരെ കൈവിട്ട് കളയും. അതുകൊണ്ട് ധന്യനായ പൗലോസ് ഇങ്ങനെ പറഞ്ഞു, ഞങ്ങൾ ഇനി മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നവരെ പോലെയല്ല, ഹൃദയങ്ങളെ നോക്കുന്ന ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവരായി ജീവിക്കാൻ ഞങ്ങൾ അഭിമാനിക്കുന്നു. വചനം കേൾക്കുന്ന ദൈവമക്കളെ, ഒരു വിശ്വാസിയുടെ ആത്യന്തിക ലക്ഷ്യം, എൻ്റെ പ്രാർത്ഥന ആര് കണ്ടില്ലെങ്കിലും, എൻ്റെ ആരാധനയ്ക്ക് ആര് ചെവി കേട്ടില്ലെങ്കിലും, അല്ലേ, എൻ്റെ ആ അവസ്ഥകൾ ആര് മനസ്സിലാക്കിയില്ലെങ്കിലും എൻ്റെ അപ്പച്ചനൊന്ന് അറിഞ്ഞാൽ മതി, എൻ്റെ ദൈവം ഒന്ന് കണ്ടാൽ മതി, ദൈവം എൻ്റെ കണ്ണുനീരൊന്ന് കണ്ടാൽ മതി, എൻ്റെ അവസ്ഥ ദൈവം ഒന്ന് അറിഞ്ഞാൽ മതി, എൻ്റെ ദൈവത്തിന് എന്നോട് ഒന്ന് കരുണ തോന്നിയാൽ മതിയെന്ന് മാത്രമാണ് ദൈവമക്കളുടെ വിശ്വാസം, ആഗ്രഹം. അതല്ലേ? അല്ലെന്ന് ആർക്കെങ്കിലും ചിന്തയുണ്ടെങ്കിൽ മാറ്റിക്കോ, ബാക്കിയെല്ലാം ഇവിടെ തീരും.
ബാക്കി പ്രസാദങ്ങളൊക്കെ ഇവിടെ തീരും. ഇന്ന് കൂടെ നിൽക്കുന്നവർ നാളെ നിനക്ക് എതിരാവും. ഒറ്റ വാക്ക് മതി കേട്ടോ, എല്ലാം നിനക്ക് പ്രതികൂലമാകാൻ. പക്ഷേ അന്നും ഇന്നും ദൈവം നിന്നിൽ പ്രസാദിക്കാൻ തുടങ്ങിയാൽ നിന്റെ ജീവിതത്തിന് വ്യത്യാസം വരും. യഹോവയുടെ പ്രസാദം നിനക്കുണ്ടെങ്കിൽ ആരൊക്കെ നിനക്ക് വിരോധമായി എതിരായി നിന്നാലും ദൈവം പ്രസാദിച്ചിട്ടുണ്ടോ, ദൈവം നിന്നെ മാനിക്കാനിടയായി തീരും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് പകൽ ആരാധനയുടെയും പ്രാർത്ഥനയുടെയും ഈ വിശ്വാസത്തിൻ്റെയും സമർപ്പണത്തിൻ്റെയും ഒക്കെ ആത്യന്തിക ലക്ഷ്യം എന്തുവാ? കർത്താവ് ഞങ്ങളിൽ പ്രസാദിക്കണം, അത്രേ ഉള്ളൂ. അല്ലാതെ വേറൊന്നുമില്ല. ദൈവം പ്രസാദിച്ചാൽ എല്ലാം നേരെയാകും, എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകും. അതുകൊണ്ട് പൗലോസ് തെസ്സലോനിക്കരോട് പറയുക, നിങ്ങൾ ഒടുവിൽ സഹോദരന്മാരെ ദൈവപ്രസാദം ലഭിക്കാൻ തക്കവണ്ണം എങ്ങനെ നടക്കണമെന്ന് നിങ്ങൾ ഞങ്ങളോട് ഗ്രഹിച്ചതുപോലെ. അപ്പൊ അവിടെ ഒരു കാര്യം അറിയണം, എങ്ങനെയെങ്കിലും നടന്നാൽ ദൈവം പ്രസാദിക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. മനുഷ്യനൊരു പക്ഷെ പ്രസാദിച്ചേക്കാം. നിങ്ങൾക്ക് മനുഷ്യന് ഇഷ്ടമുള്ളതുപോലെ ജീവിച്ചാൽ ഒരു പക്ഷേ അവർക്കുടെ പ്രസാദം നിങ്ങൾക്കുണ്ടായേക്കാം. പക്ഷെ ദൈവം തമ്പുരാന്റെ പ്രസാദം ഉണ്ടാകണമെങ്കിൽ എങ്ങനെ നടക്കണമെന്ന് തിരുവെഴുത്ത് നമ്മെ പഠിപ്പിക്കുന്നു. പൗലോസ് പറയാ, നിങ്ങൾക്ക് അറിയാം, ഞാനത് നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. ദൈവം പ്രസാദിക്കണമെങ്കിൽ ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം, എന്നാലേ ദൈവം പ്രസാദിക്കുകയുള്ളൂ. ഞാൻ പറഞ്ഞല്ലോ, മനുഷ്യനെ പ്രസാദിപ്പിക്കാൻ മറ്റ് പല കാര്യങ്ങൾ ഉണ്ട്, അതനുസരിച്ച് ചെയ്താൽ അവരുടെ ഇഷ്ടം പോലെ ചെയ്താൽ നടക്കും. പക്ഷെ ദൈവം പ്രസാദിക്കണമെങ്കിൽ ചില കാര്യങ്ങൾ നമ്മളിൽ ഉണ്ടാകണം. അതിൽ അടിസ്ഥാന കാര്യം നിങ്ങൾക്കെല്ലാം അറിയാം, ഞാൻ പറയാൻ പോവുക. എന്താണെന്നറിയാമോ? ദൈവസന്നിധിയിൽ വരുന്ന ഒരു വ്യക്തിക്ക് അടിസ്ഥാനപരമായി ഉണ്ടായിരിക്കേണ്ട ഒരു കാര്യം വിശ്വാസം എന്ന് പറയുന്നതാണ്. നമുക്കറിയാം, വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയത്തില്ല എന്ന് തിരുവെഴുത്ത് നമ്മെ ഉറപ്പിച്ചു പറയുന്നു. അടിസ്ഥാനപരമായി വിശ്വാസം ഉണ്ടായിരിക്കണം. എബ്രായ ലേഖനം 11-ാം അധ്യായത്തിന്റെ 6-ാം വാക്യം എല്ലാവർക്കും അറിയാവുന്ന വാക്യമാണ്. ആ വാക്യം ഒന്ന് വായിച്ചേ. വിശ്വാസം കൂടാതെ ആമേൻ. ആമേൻ. വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുന്നതല്ല എന്ന് ഇന്ന് രാവിലെ എല്ലാവരും അറിയണം. നിങ്ങൾക്ക് വേറെ എന്തെല്ലാം ഗുണങ്ങളുണ്ടെങ്കിലും വിശ്വാസം നിങ്ങളിൽ കുറഞ്ഞിട്ടുണ്ടെങ്കിൽ ദൈവം നിങ്ങൾ പ്രസാദിക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാവിലെ ആരാധനയ്ക്ക് വന്നു, പ്രാർത്ഥനയ്ക്ക് വന്നു. ആമേൻ. ഇതിന്റെ ലക്ഷ്യം, ഇന്ന് ഞാൻ ജീവനുള്ളൊരു ദൈവമുണ്ടെന്ന് വിശ്വസിക്കുന്നത് കൊണ്ടാണ് ഞാൻ ഇവിടെ വന്നത്. അതെത്ര പേർക്കുണ്ട്? ഇന്ന് രാവിലെ ആരെല്ലാം എൻ്റെ പ്രാർത്ഥന കേട്ടില്ലെങ്കിലും എൻ്റെ പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവം സ്വർഗത്തിലുണ്ട്. അവൻ ഇന്ന് രാവിലെ ഈ ആലയത്തിനകത്ത് വന്നിട്ടുണ്ട്. അവൻ എൻ്റെ പ്രാർത്ഥന കേട്ട് എനിക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്ന് അടിയുറച്ച വിശ്വാസം അകത്തുണ്ടെങ്കിലാണ് ദൈവം ഇന്ന് പ്രവർത്തിക്കാൻ തുടങ്ങുന്നത്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. എത്ര പേരുടെ അകത്ത് ആ വിശ്വാസമുണ്ട്? ഇന്ന് രാവിലെ ദൈവം ഇവിടെ വന്നിട്ടുണ്ട്. അവൻ നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാണ്, അവൻ നമ്മുടെ കണ്ണുനീര് കാണുന്ന ദൈവമാണെന്ന് വിശ്വസിക്കുന്ന എത്ര പേര് ഇവിടെയുണ്ട്? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് പകൽ വിശ്വാസം കുറഞ്ഞിരിക്കുന്ന ഒരു കാലമാണ്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഇന്ന് പകൽ വിശ്വാസത്തിലേക്ക് ഞാനും നിങ്ങളും ഒന്ന് മടങ്ങി വരണം. വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ പറ്റത്തില്ല കേട്ടോ. എങ്ങനെയായി വിശ്വാസം കുറഞ്ഞത്? എങ്ങനെയായി വിശ്വാസം നഷ്ടപ്പെടുന്നത്? എങ്ങനെയായി വിശ്വാസം വർദ്ധിപ്പിക്കുന്നത്? തുടർന്ന് ഞാൻ പറയും. പക്ഷേ ഇത് അന്ത്യകാലമാണ്. അന്ത്യകാലത്തിന്റെ ലക്ഷണം എന്താ? വിശ്വാസം നഷ്ടപ്പെടുകയാ, അല്ലേ? വിശ്വാസം കുറഞ്ഞിരിക്കുകയാ. നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ ഹൃദയം ഒന്ന് പരിശോധിക്കണം. പൗലോസ് പറഞ്ഞു, നിങ്ങൾ വിശ്വാസത്തിൽ ഇരിക്കുന്നുവോ എന്ന് നിങ്ങളെ തന്നെ ഒന്ന് ശോധന ചെയ്യണം. ഇന്ന് പകൽക്കാലം ഒരു ചടങ്ങാണോ? പകരം ഇന്ന് പകൽ ഒരു അപ്പൻ്റെ അടുത്ത്, ഏറ്റവും അടുത്ത് നിന്നൊരു മകൻ പറയുമ്പോൾ അവനല്ല ഒരു ഫീലിംഗ് ഉണ്ട്. എന്താ? എൻ്റെ ഏറ്റവും അടുത്ത് സമീപസ്ഥനായി എൻ്റെ അപ്പൻ നിപ്പുണ്ട് അപ്പാ എന്ന് വിളിച്ചു പറയും. അപ്പൻ കേൾക്കുക. എന്താ മോനെ എന്ന് ചോദിക്കുക, എന്താ മകളെ എന്ന് ചോദിക്കുക. അപ്പാ എനിക്ക് ഇന്ന ആവശ്യമുണ്ട്, എൻ്റെ പ്രശ്നം ഇന്നതാ, അപ്പനൊന്ന് പ്രവർത്തിക്കണമെന്ന് പറയുമ്പോൾ ഏറ്റവും സമീപത്ത് നിൽക്കുന്ന അപ്പൻ അത് കേട്ടിട്ട്, ആമേൻ മകളെ, ആമേൻ മകനെ, നിന്റെ ആവശ്യങ്ങളിൽ ഞാൻ പ്രവർത്തിക്കുമെന്ന് പറയുമ്പോൾ കിട്ടുന്നൊരു ഫീലിംഗ് ഉണ്ട്. സ്തോത്രം, സ്തോത്രം. അതൊരു വലിയ ധൈര്യമാണ്. ഇന്ന് പകൽക്കാലം വിശ്വാസത്തിൽ കുറവ് വന്നിട്ടുണ്ടെങ്കിൽ
ഇന്ന് പകൽ കർത്താവിനോട് പറ, കർത്താവെ, എനിക്ക് വിശ്വാസമൊക്കെ കുറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. എൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കുമോ എന്നുള്ള വിശ്വാസം എന്നിൽ കുറഞ്ഞെന്നിൽ അവിശ്വാസമൊക്കെ കയറിയിട്ടുണ്ട്. ഇന്ന് രാവിലെ എന്നെ വിശ്വാസത്തിലേക്കൊന്ന് നയിക്കണമേ. എങ്ങനെയായി വിശ്വാസത്തിലേക്ക് നയിക്കപ്പെടുന്നത്? വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിൻ്റെ വചനത്താലും വരുന്നു. ഇന്ന് പകൽക്കാല വിശ്വാസത്തിന് കുറവ് വന്നിട്ടുണ്ടെങ്കിൽ തിരുവെഴുത്തിലേക്കൊന്ന് വാ, വചനമൊന്ന് വായിക്കുക, ക്രിസ്തുവിൻ്റെ വചനത്തിലേക്ക് വാ, ആഴമായി വചനമൊന്ന് ധ്യാനിക്ക്, വചനം കേൾക്ക്. സമയം കിട്ടുമ്പോഴൊക്കെ മറ്റു പലതും കേൾക്കുന്നുണ്ടല്ലോ, അതൊക്കെ ഒന്ന് കുറച്ചേച്ച് തിരുവെഴുത്തൊന്ന് കേൾക്കാൻ തുടങ്ങിക്ക്. നീ പോലും അറിയാതെ നിന്റെ വിശ്വാസം വർദ്ധിക്കാൻ തുടങ്ങും. തീർന്നില്ല, ഒന്ന് പ്രാർത്ഥിക്കണം. എന്താ പ്രാർത്ഥിക്കണം എന്നറിയാമോ? എനിക്ക് അത് തരണം ഇത് തരണമെന്നല്ല, പകരം എൻ്റെ വിശ്വാസം ഒന്ന് വർദ്ധിപ്പിക്കണമേ, എൻ്റെ വിശ്വാസം ഒന്ന് വർദ്ധിപ്പിക്കണമേ എന്ന് ഇന്ന് പകൽക്കാലം ഉപവസിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ അവിശ്വാസത്തിന്റെ കോട്ടകളെ പൊളിച്ച് നിന്റെ ഹൃദയത്തിനകത്ത് മലകളെ നീക്കുന്ന വിശ്വാസം നൽകാൻ ഈ ദൈവം വിശ്വാസം പകൽക്കാലം വിശ്വാസമകത്ത് പരിവർത്തിക്കട്ടെ. വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുന്നതല്ല എന്ന വലിയ യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കണം. ഹല്ലേലൂയ. രണ്ടാമത്തെ കാര്യം ഞാൻ നിങ്ങളോട് പറയുന്നു, ദൈവം പ്രസാദിക്കണമെങ്കിൽ വിശ്വാസത്തോട് ചേർത്ത് നിൽക്കുന്ന ഒരു കാര്യമാണ് അനുസരണം എന്ന് പറയുന്നത്. നമുക്കൊരു വാക്യം വായിക്കാം. യോഹന്നാൻ സുവിശേഷം 14-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യം. യോഹന്നാൻ 14:15. കണ്ടോ? നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ എൻ്റെ കൽപ്പനകളെ പാലിക്കും, കാത്തുകൊള്ളും. ഇന്ന് വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഒരു യഥാർത്ഥ ദൈവ പൈതൽ കൽപ്പന പാലിക്കുന്നതിലൂടെ, അവിടുത്തെ വചനങ്ങൾ അനുസരിക്കുന്നതിലൂടെയാണ് ദൈവത്തെ പ്രസാദിപ്പിക്കുന്നത്. അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, നീ സ്നേഹിക്കുന്ന നിന്റെ ഏകജാതനായ പുത്രനെ മോറിയ മലയിൽ കൊണ്ടുപോയി യാഗം കഴിക്കണം. അല്ലേ? അവിടെ വിശ്വാസവും അനുസരണവും കൂടെ സമ്മേളിക്കുക. അതിനകത്ത് മറ്റൊരു കാര്യം കൂടെ ഉണ്ട്. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ എൻ്റെ കൽപ്പന. ഇപ്പം 3 കാര്യങ്ങൾ അബ്രഹാമിൻ്റെ അതിൽ ആ ഒരു അനുസരണത്തിലൂടെ സംഭവിക്കുന്നത്. ഒന്ന്, വിശ്വാസം. എന്താ വിശ്വാസം? ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിച്ചു വരുത്തുന്ന ഒരു ദൈവം. എനിക്ക് മകനെ തന്നത് ദൈവമാണെങ്കിൽ, ആ മകനെ യാഗം കഴിക്കാൻ ദൈവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ആ ചാരത്തിൽ നിന്നൊരു മകനെ എനിക്ക് നൽകുവാൻ കഴിവുള്ള അവനൊരു ദൈവത്തെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതാണ് അബ്രഹാമിന്റെ വിശ്വാസം, നിർവ്യാജ വിശ്വാസം. ചേർത്ത് അനുസരണം. അബ്രഹാമിനോട് ഈ ആലോചന പറയുമ്പോൾ അബ്രഹാം അതിനുവേണ്ടി സമയം മാറ്റിവെച്ചില്ല. അതികാലത്തെ എഴുന്നേറ്റു, വിറക് കയറി, അല്ലേ, എല്ലാ കാര്യങ്ങളും ക്രമീകരിച്ച് അവൻ അതിരാവിലെ മകനുമായി പോകുക. വിശ്വാസത്തോട് ചേർന്ന് നിൽക്കുന്ന ഒന്നാ അനുസരണം. എത്രവർക്ക് മനസ്സിലാകുന്നുണ്ട്? ഇതനുസരിക്കുന്നത് യാഗത്തെക്കാളും ശ്രദ്ധിക്കുന്നത് മുട്ടാടുകളുടെ മേധസ്സിനേക്കാളും നല്ലത്. ഇന്ന് രാവിലെ ദൈവം പറയുന്നത് അനുസരിക്കാൻ നിങ്ങൾ തുടങ്ങുമ്പോൾ, ചോദ്യം ചെയ്യാതെ അനുസരിക്കാൻ തുടങ്ങുമ്പോൾ, അവിടെ ദൈവം നിങ്ങളിൽ പ്രസാദിക്കാൻ തുടങ്ങുകയാണ്. നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി വേണമോ? നിങ്ങളുടെ ജീവിതത്തിൽ ദൈവിക അനുഗ്രഹം വേണമോ? നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വ്യത്യാസം വേണമോ? ഈ ദിവസങ്ങൾ ദൈവത്തെ അനുസരിക്കുവാൻ തയ്യാറുള്ള ദൈവമക്കളായി ഞാനും നിങ്ങളും മാറണം. തീർന്നില്ല കേട്ടോ. അതിനകത്ത് മൂന്നാമതൊരു കാര്യം കൂടെ ഉണ്ട്, സ്നേഹം. ഇവിടെ യോഹന്നാന്റെ സുവിശേഷത്തിൽ കർത്താവ് പറഞ്ഞു, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നെങ്കിൽ നിങ്ങൾ എൻ്റെ കൽപ്പനകൾ പാലിക്കും. അവിടെ ദൈവം അബ്രഹാമിനോട് പറയുന്നു, നീ സ്നേഹിക്കുന്ന നിന്റെ മകൻ, നിന്റെ ഏകജാതനായ മകനെ. അവിടെ സ്നേഹത്തിൻ്റെ ഭാഗത്ത് വരുമ്പോൾ ദൈവം ചോദിക്കുക, അബ്രഹാമേ, നിനക്ക് സ്നേഹം എന്നോടാണോ അതോ നിന്റെ മകനോടാണോ? യഥാർത്ഥത്തിൽ നീ കൂടുതൽ സ്നേഹിക്കുന്നത് ആരെയാണ്? നിന്റെ സ്നേഹം ആർക്കാണ് നീ ഏറ്റവും കൂടുതൽ കൊടുക്കുന്നത്? ഇന്ന് തെളിയിക്കണം. എന്നോടാണ് നീ സ്നേഹിക്കുന്നതെങ്കിൽ, എന്നെയാണ് നീ പൂർണ്ണമായി സ്നേഹിക്കുന്നതെങ്കിൽ, നിന്റെ ഏകജാതനെ നീ എന്തു ചെയ്യും? ഞാൻ പറഞ്ഞതുപോലെ കൊണ്ടുവരും. അബ്രഹാമിന് മറ്റൊന്നും ആലോചിക്കാനില്ല. കാരണം അബ്രഹാം എല്ലാത്തിലേക്കാൾ ഉപരി സ്നേഹിച്ചത് അവനെ വിളിച്ച ദൈവത്തെയാ. വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളിൽ ദൈവം പ്രസാദിക്കണമെങ്കിൽ എല്ലാത്തിനും ഉപരിയായി ദൈവത്തെ നിങ്ങൾ സ്നേഹിക്കാൻ ഇടയായി തീരണം. ഹല്ലേലൂയ. പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ആത്മാവോടെ, പൂർണ്ണ ശക്തിയോടെ ഈ ദൈവത്തെ സ്നേഹിക്കാൻ എന്ന് കഴിയുമോ അന്ന് ദൈവം നിങ്ങളിൽ പ്രസാദിക്കാൻ തുടങ്ങുക. ഇന്ന് പകൽക്കാലം നിങ്ങളുടെ സ്നേഹം ഏത് കഴിഞ്ഞിട്ടാണ് ദൈവത്തെ സ്നേഹിക്കുന്നത്? എല്ലാവർക്കും കൊടുത്തിട്ട് ബാക്കിയുള്ള സ്നേഹമാണ് ദൈവത്തിന് കൊടുക്കുന്നതെങ്കിൽ, പത്രോസിനോട് യേശു ചോദിച്ചതുപോലെ, പത്രോസേ, ഇവരിലധികമായി നീ എന്നെ
സ്നേഹിക്കുന്നുവോ? ഇന്ന് പകൽക്കാലം യേശുവിനോടുള്ള സ്നേഹം നിങ്ങൾക്ക് ആഴമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അനുസരിക്കുന്നതിന് മടിയുണ്ടാകത്തില്ല. അവനെ പൂർണ്ണമായി സ്നേഹിച്ചാൽ അവൻ പറയുന്ന കൽപ്പനകൾ എത്ര ഭാരമുള്ളവയാണെങ്കിലും അതൊരു ദൈവവേദന അനുസരിക്കും. കാരണം ആ അനുസരണത്തിന് പിന്നിൽ വ്യാപരിക്കുന്നത് അവനോടുള്ള സ്നേഹമാണ്. വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ദൈവം പ്രസാദിക്കുന്നത് മറ്റെല്ലാത്തിനേക്കാൾ ഉപരി അവനെ ആത്മാർത്ഥമായി സ്നേഹിച്ച് അനുസരിക്കുന്നവരെയാണ്. ദൈവത്തെ അനുസരിച്ചതുപോലെ നോഹ ദൈവത്തെ അനുസരിച്ചതുപോലെ, അല്ലേ, പൗലോസ് ദൈവത്തെ അനുസരിച്ചതുപോലെ. സ്തോത്രം. യേശു ക്രിസ്തുവിനെ അനുസരിക്കുവാൻ നിങ്ങൾ തയ്യാറായാൽ കർത്താവ് നിങ്ങൾ പ്രസാദിക്കാനിടയായി തരും. മൂന്നാമത്തെ കാര്യം, ദൈവം പ്രസാദിക്കണമെങ്കിൽ ദൈവത്തിന് ഏറ്റവും പ്രധാനമായും നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് വിശുദ്ധിയാണ്. പ്രൈസ് ദി ലോർഡ്. നമുക്ക് വായിക്കാം 1 തെസ്സലോനിക്കർ 4:3-4. ഒറ്റ വാക്യം. ദൈവത്തിന്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ. എബ്രായ ലേഖനം 12-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യം അതുകൂടെ വായിക്കാം. എല്ലാവരോടും സമാധാനം ആചരിച്ച് ശുദ്ധീകരണം പ്രാപിക്കാൻ ഉത്സാഹിക്ക. എല്ലാവരോടും സമാധാനം പ്രാപിച്ച് ശുദ്ധീകരണം പ്രാപിക്കാൻ ഉത്സാഹിക്ക. വായിച്ചോ. എന്നിട്ട് എല്ലാവരും ശ്രദ്ധിച്ചോ. ശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണുകയില്ല. അയ്യോ, എല്ലാവരോടും സമാധാനം പ്രാപിച്ച് ശുദ്ധീകരണം നേടാൻ പറഞ്ഞ് എന്തിനാ? ശുദ്ധീകരണമില്ലെങ്കിൽ പിന്നെ കർത്താവിൻ്റെ സാന്നിധ്യം അനുഭവിക്കാൻ പറ്റില്ല. ശുദ്ധീകരണമില്ലെങ്കിൽ ദൈവത്തിൻ്റെ പ്രസാദമില്ല. ശുദ്ധീകരണമില്ലെങ്കിൽ നമ്മളിങ്ങനെ ദൈവത്തിൽ നകന്നു പോയിക്കൊണ്ടിരിക്കും. ഇന്ന് പകൽ ആരില്ല ദൈവം പ്രസാദിക്കുന്നത്? ശുദ്ധീകരണത്തിന് വേണ്ടി ഉത്സാഹിക്കുന്നവരാ. എൻ്റെ ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നതിന് തടസ്സമായി, ദൈവം എന്നിൽ പ്രസാദിക്കുന്നതിന് തടസ്സമായി എന്തെങ്കിലും കുറവ് എന്നിലുണ്ടോ, എന്തെങ്കിലും അശുദ്ധി എന്നിലുണ്ടോ എന്ന് നോക്കി, ഹല്ലേലൂയ, ശുദ്ധീകരണത്തിന് ഉത്സാഹിക്കുന്നവരിൽ ദൈവം പ്രസാദിക്കുക. എൻ്റെ വാക്ക്, എൻ്റെ ചിന്ത, എൻ്റെ പ്രവൃത്തികൾ എവിടെങ്കിലും എന്തെങ്കിലുമൊക്കെ കുഴപ്പമുണ്ടോ? അതുകൊണ്ടാണ് ദാവീദ് പറഞ്ഞത് എന്താണ്? വ്യസനത്തിനുള്ള മാർഗം എന്നിലുണ്ടോ എന്ന് നോക്കി ശാശ്വത മാർഗത്തിൽ എന്നെ നടത്തണമേ. വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ മനുഷ്യരാ. പലതരത്തിലുള്ള കുറവുകളും കുറ്റങ്ങളും ഒക്കെ നമ്മളിൽ വരും. വാക്കിലും ചിന്തയിലും പ്രവൃത്തിയിലും ഒക്കെ കുറവുകൾ വരാറുണ്ട്. പക്ഷേ നിങ്ങളൊരു കാര്യം ഗൗരവമായി മനസ്സിലാക്കണം, ദൈവമെന്ന് പറയുന്നത് വിശുദ്ധനാണ്. വിശുദ്ധനായ ദൈവത്തിന് മുമ്പിൽ അടുത്തു വരുമ്പോൾ നമ്മൾ നിസാരമെന്ന് കരുതുന്ന ഏറ്റവും ചെറിയതുപോലും ദൈവത്തിന് മുമ്പിൽ അതൊരു വലിയ പരാജയമായി, പാപമായി വരും. നിങ്ങൾ അറിയണം, മഹാപുരോഹിതനായ യോശുവയുടെ വസ്ത്രത്തിന്റെ തുമ്പിൽ അല്പം ചെളി പുരണ്ടിരിക്കുന്നത് കണ്ടപ്പോൾ സാത്താൻ വാദിക്കുകയാ, അല്ലേ, അവനെ കുറ്റം ചുമത്തുകയാ. അങ്ങനെയെങ്കിൽ അശുദ്ധിയുള്ള ഒന്നിനും ദൈവത്തിന്റെ അടുക്കൽ പോകാൻ പറ്റുകയില്ല. അതുകൊണ്ട് ശുദ്ധീകരണം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാ. എപ്പോൾ ദൈവത്തിന് അടുത്ത് വന്നാൽ സ്വയശോധനയോടെ വരണം. ഹല്ലേലൂയ. കർത്താവേ, എന്നിൽ എന്തെങ്കിലും കുറവുകൾ ഉണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം. മറഞ്ഞിരിക്കുന്ന തെറ്റുകളിൽ നിന്ന് എന്നെ മോചിപ്പിക്കണമേ. ദാവീദ് ആഗ്രഹിക്കുക, എന്തെങ്കിലും പാപം ഞാൻ എൻ്റെ മറവിയിൽ സംഭവിച്ചിട്ടുണ്ടോ, ഞാൻ മറന്നുപോയിട്ടുണ്ടോ? ദാവീദിനറിയാം, ആ മറന്നു കിടന്നെന്ന് പറഞ്ഞാലും അത് ദൈവമുമ്പാകെ വലിയൊരു പരാജയമായി മാറും, ദൈവപ്രസാദത്തിന് തടസ്സമാകുക. അതുകൊണ്ട് ദാവീദ് ദൈവത്തിൽ പറയുക, മറഞ്ഞിരിക്കുന്ന പാപങ്ങളെ പോക്കി എന്നെ ശുദ്ധീകരിക്കണമേ. ദൈവത്തിലാതിരിക്കുന്ന ദൈവമക്കളോട് വിളിച്ചു പറയട്ടെ, വിശുദ്ധീകരണം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽ നിങ്ങൾ സമർപ്പിച്ച്, കർത്താവേ, എന്നെ ഒന്ന് കഴുകണം, എന്നെ ഒന്ന് ശുദ്ധീകരിക്കണം. ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം, ഇന്ന് പകൽക്കാലം ഇത് ന്യായപ്രമാണ കാലഘട്ടമല്ല കേട്ടോ. ഓരോ ആടിൻ്റെയും പശുക്കിടാവിൻ്റെ രക്തത്തിനും പരിഹരിക്കാൻ പറ്റാത്ത പാപങ്ങളെയും അശുദ്ധിയെയും പരിഹരിക്കുവാൻ ഇന്ന് പകൽ നമുക്കൊരു പുണ്യാഹ രക്തമുണ്ട്. ഹല്ലേലൂയ. എത്ര പാപമാണെങ്കിലും, എത്ര വലിയ തിന്മയാണെങ്കിലും, എത്ര വലിയ കൊടിയ തിന്മയാണെങ്കിലും ഏറ്റുപറഞ്ഞാൽ ആമേ ക്ഷമിക്കുന്ന, ശുദ്ധീകരിക്കുന്ന ഒരു രക്തം നമുക്ക് വേണ്ടിയുണ്ട്. യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്ന രക്തമാണ്. അങ്ങനെയെങ്കിൽ ദൈവസന്നിധിയിൽ വരുമ്പോൾ 1 മിനിറ്റ് പ്രാർത്ഥിച്ചു തുടങ്ങുന്നതിന് മുമ്പ്, ആരാധനയ്ക്ക് തലവണക്കുന്നതിന് മുമ്പ് തന്നെ ദൈവസന്നിധിയിൽ ഇരുന്നൊന്ന് ശോധന ചെയ്ത്, കർത്താവേ, എന്തെങ്കിലും അശുദ്ധി, എന്തെങ്കിലും പാപം നിന്റെ കൃപയ്ക്ക് തടസ്സമായി, നിന്റെ വിശുദ്ധി വ്യാപരിക്ക് തടസ്സമായി, നിന്റെ സാന്നിധ്യം വെളിപ്പെടുന്ന തടസ്സമായി എന്നിലുണ്ടെങ്കിൽ ഇന്ന് പകൽ എന്നോട് ക്ഷമിക്കണമേ, എന്നെ ഒന്ന് ശുദ്ധീകരിക്കണമേ, എന്നെ ഒന്ന് കഴുകണമേ എന്ന് പറഞ്ഞ് ഇന്ന് പകൽ ഏൽപ്പിച്ചു കൊടുക്കുവാൻ ഞാനും നിങ്ങളും ബാധ്യസ്ഥരാ. ശുദ്ധീകരണം കൂടാതെ ആർക്കും ദൈവത്തെ കാണാൻ പറ്റുകയില്ല, ദൈവപ്രസാദം
പ്രാപിക്കാൻ കഴിയില്ല. നാലാമത്തെ കാര്യം, യോഹന്നാൻ 1 യോഹന്നാൻ 4:7 വാക്യമാണ്. അവിടെ ഇങ്ങനെ നമുക്ക് പഠിക്കാം, സ്നേഹത്തിലും ക്ഷമയിലും നടക്കുന്നവരിലാണ് ദൈവം പ്രസാദിക്കുന്നത്. വായിക്കാം, 1 യോഹന്നാൻ 4:7. പ്രിയമുള്ളവരെ, നാം അന്യോന്യം സ്നേഹിക്കുക. സ്നേഹം ദൈവത്തിൽ നിന്ന് വരുന്നു. സ്നേഹിക്കുന്നവനെല്ലാം ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇത് ഞാൻ നേരത്തെ ദൈവത്തോടുള്ള സ്നേഹം പറഞ്ഞു, അനുസരണത്തിൻ്റെ കാര്യത്തിൽ. ഈ പല വിശ്വാസികളും ദൈവത്തെ സ്നേഹിക്കുന്നതിനൊരു മടിയില്ല. അവർ പറഞ്ഞാൽ അവരെ സ്നേഹിക്കുക എന്ന് പറയും, അല്ലേ? ദൈവത്തോട് എനിക്ക് സ്നേഹം, ദൈവത്തെ സ്നേഹിക്കുന്നതിന് ഇപ്പം എന്നാ? പക്ഷേ ഉണ്ടോ ഇല്ലെന്നുള്ളത് അവിടെ അനുഭവത്തിൽ നിന്നാണ് വരുന്നത്. ലോകത്തോടാണോ ദൈവത്തോടാണോ എന്നുള്ളത് ദൈവം ടെസ്റ്റ് ചെയ്യുമ്പോൾ അറിയാം. എങ്കിലും ദൈവത്തെ സ്നേഹിക്കണമെന്ന് പറഞ്ഞാൽ പിന്നെയും ആളുകൾ എന്ത് ചെയ്യും? കാരണം എൻ്റെ ദൈവം എനിക്ക് വേണ്ടി മരിച്ചതല്ലേ, എന്നെ സൃഷ്ടിച്ചതല്ലേ, എൻ്റെ പിതാവല്ലേ, എനിക്ക് ദൈവത്തെ സ്നേഹിക്കുക, എനിക്ക് ദൈവത്തോട് വലിയ സ്നേഹമാണ്. പത്രോസ് പറഞ്ഞതുപോലൊക്കെ അങ്ങ് പറയും, അല്ലേ? ഞാൻ നിന്നെ ഒരിക്കലും എന്ത് ചെയ്യത്തില്ല, തള്ളി പറയില്ല, ഞാൻ കൂടെ നിൽക്കും, ഇവരെല്ലാവരും പോയാലും ഞങ്ങൾ കാണുമെന്നൊക്കെ പറയും. പക്ഷേ അനുഭവം വരുമ്പം വ്യത്യാസം വരുമെന്നുള്ളത് നമുക്കറിയാം. എങ്കിലും ആളുകൾക്കെല്ലാം യേശുവിനോട് സ്നേഹമാണ്, അല്ലേ? ഇവിടെ ഇരിക്കുന്ന എത്ര പേർക്കാണ് യേശുവിനോട് വിരോധമുള്ളത്? നമുക്കാർക്കും ഇല്ല. നമ്മുടെ കർത്താവിനോട് സ്നേഹമാണ്. പിന്നെ നമുക്ക് ഒറ്റ വിഷമേ ഉള്ളൂ, അവിടുത്തെ നമുക്ക് അവിടുന്ന് ചെയ്തതുപോലെ സ്നേഹിക്കാൻ, അവിടുന്ന് നമ്മോട് ചെയ്തതിനനുസരിച്ച് സ്നേഹിക്കാൻ പറ്റുന്നില്ല, കുറവുണ്ടെന്ന് നമുക്കറിയാം. അത് നമ്മൾ ദൈവസ്ഥലിൽ പറയാറുണ്ട്, കർത്താവേ, അങ്ങ് ആഗ്രഹിക്കുന്നത് പോലെ അങ്ങേ സ്നേഹിക്കാൻ എനിക്ക് പലപ്പോഴും കഴിയുന്നില്ല, എന്നോട് ക്ഷമിക്കണേ. നമ്മൾ പറയാറില്ലേ? ദൈവത്തെ സ്നേഹിക്കുന്നതിന് ആർക്കും വിരോധമൊന്നുമില്ല, എല്ലാവർക്കും ഇഷ്ടമാണ്. പക്ഷേ അതേ സ്നേഹം മറ്റുള്ളവരോട് കാണിക്കാൻ പറയുമ്പോൾ അവിടെ എല്ലാം തീർന്നു. എന്താ കാരണം? ആദ്യത്തെ ഭാഗത്ത് ദൈവമെന്ന് പറയുന്നത് നമുക്കൊരു ദോഷവും ചെയ്തിട്ടില്ല, ശരിയല്ലേ? തമ്പുരാൻ ഒരു ദോഷവും ചെയ്തിട്ടില്ല. അവിടുന്ന് നമുക്ക് ഉപകാരം ചെയ്തതല്ലാതെ അവിടുത്തെക്കുറിച്ച് ഒരു ദോഷവും പറയാൻ ആർക്കുമില്ല. ആർക്കെങ്കിലും ഉണ്ടോ? ദൈവം എൻ്റെ ജീവിതത്തിൽ അങ്ങനെ ചെയ്തു. നമ്മുടെ അറിവില്ലായ്മ കൊണ്ട് ചിലപ്പം പറയുമോ ദൈവം അങ്ങനെ, അല്ലേ? നമ്മുടെ അറിവില്ലായ്മ കൊണ്ടാണ് നമ്മുടെ ജീവിതത്തിലെ കഷ്ടങ്ങളും പ്രയാസങ്ങളൊക്കെ വരുമ്പം ദൈവം എന്നെ കൈവിട്ടു എന്നൊക്കെ നമുക്ക് തോന്നും. പക്ഷേ ആത്യന്തികമായിട്ട് ഒന്ന് ചിന്തിച്ചാൽ അവിടുന്ന് ഗുണമല്ലാതെ ഒന്നും ചെയ്തില്ല. വിശ്വസിക്കുന്നവർക്ക് നല്ല ഹല്ലേലൂയ പറയാം. പാപികളും ദോഷികളുമായിരുന്ന നമ്മെ സ്നേഹിക്കാൻ ദൈവപുത്രൻ ഈ ഭൂമിയിൽ ഇറങ്ങി വന്ന്, അല്ലേ, നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമുണ്ടാക്കി ക്രൂശിൽ മരിച്ച് നമ്മളെ മക്കളും അവകാശികളുമാക്കി തീർത്ത്, അല്ലേ, നരകവിധിയിൽ നിന്ന് വിടിവിച്ച സ്വർഗീയ സന്തോഷം അകത്ത് തന്ന് ഇന്ന് ഈ നിമിഷം വരെ, അല്ലേ, ശത്രുവിൻ്റെ കയ്യിൽ ഏൽപ്പിക്കാതെ കണ്ണിലെ കൃഷ്ണമണി പോലെ എന്നെയും നിങ്ങളെയും കാത്തു പരിപാലിക്കുന്ന ദൈവം നമുക്ക് ഒരു ദോഷവും ചെയ്തിട്ടില്ല. അതുകൊണ്ട് ദൈവത്തെ സ്നേഹിക്കുന്നതിന് നമുക്ക് കുഴപ്പവും ഇല്ല. പക്ഷേ മറ്റുള്ളവരെ സ്നേഹിക്കാൻ പറയുമ്പോൾ അങ്ങനല്ല പ്രശ്നം. നമ്മളൊന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ മനുഷ്യനിൽ നിന്ന് അത്ര വലിയ ഗുണമൊന്നും പലർക്കും ഉണ്ടായിട്ടില്ല. നമ്മൾ കൊടുത്തിട്ടുമില്ല, കിട്ടിയിട്ടുമില്ല, അല്ലേ? നമ്മൾ നോക്കുമ്പം ദൈവത്തെ നോക്കുമ്പോൾ കുറ്റമൊന്നുമില്ല, പക്ഷെ മനുഷ്യനെ നോക്കുമ്പോൾ 100 കുറ്റമാണ്. അവൻ്റെ വാക്ക് പ്രശ്നമാണ്, ചിന്ത പ്രശ്നമാണ്, പ്രവൃത്തികൾ പ്രശ്നമാണ്, എല്ലാം പ്രോബ്ലമാണ്. പിന്നെ എങ്ങനെ ഞാനിവരെ സ്നേഹിക്കും? എന്നോട് ചെയ്തതോർക്കുമ്പോൾ, എന്നെക്കുറിച്ച് പറഞ്ഞതോർക്കുമ്പോൾ, എനിക്ക് വിരോധമായി നിന്നതോർക്കുമ്പോൾ എങ്ങനെ സ്നേഹിക്കാനാ? ശരിയല്ലേ? അപ്പോൾ മറ്റുള്ളവരെ സ്നേഹിക്കുക എന്ന് പറയുന്നത് ഒരു വലിയ ടാസ്ക്കായിട്ട് വരിക. അത് തന്നെയല്ല, മറ്റുള്ളവരെ സ്നേഹിക്കുന്നതിനകത്ത് മറ്റൊരു പ്രശ്നമുള്ളത്, നമുക്ക് നമ്മെ തന്നെ ഉള്ളൊരു സ്നേഹമാണ്. അത് കഴിഞ്ഞിട്ട് മതി. നമ്മളെക്കാൾ ആളുകൾ ഉയരേണ്ടത് നമ്മുടെ ഒരു വിഷയം അല്ല. അപ്പം നമുക്കൊക്കെ സ്നേഹം കുറയും. മറ്റുള്ളവരുടെ ബന്ധത്തിൽ നമ്മുടെ സ്നേഹം ഇങ്ങനെ കുറഞ്ഞ് നീ ചില ആളുകൾ നമുക്ക് ഒരു ദ്രോഹം ചെയ്തില്ലേലും നമുക്കവരെ സ്നേഹിക്കാൻ പാടാ. കാര്യം എന്താ? അവർ നമ്മളെക്കാൾ നന്നായിരിക്കുന്നു. ഞാൻ പറയുന്നത് സത്യമല്ലേ? ഇത് മനുഷ്യൻ്റെ ഒരു പ്രശ്നമാണ്. അവിടെയാണ് കർത്താവ് പറയുക, ഞാൻ നിങ്ങളിൽ പ്രസാദിക്കണമെങ്കിൽ നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നത് പോലെ മറ്റുള്ളവരെയും സ്നേഹിക്കണം. കാരണം സ്നേഹിക്കുന്നവൻ ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നു. സ്തോത്രം. ശത്രുക്കളെ സ്നേഹിച്ച കർത്താവ് നമ്മോട് പറയുക, ഞാൻ സ്നേഹിച്ചതുപോലെ മറ്റുള്ളവരെ സ്നേഹിക്കണം. വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, പരസ്പരം സ്നേഹിക്കുവാനും നമുക്ക് കഴിയണമെങ്കിൽ ക്ഷമയുടെ ഒരാത്മാവ് നമുക്ക് വേണം. നമ്മോട് ചെയ്തതും പറഞ്ഞതും എടുത്തതുമൊക്കെ മനഃപൂർവ്വം ക്ഷമിക്കുവാൻ.
സ്തോത്രം. അതിനകത്ത് യോസഫിൻ്റെ സ്റ്റോറി ഏറ്റവും വലിയ ചിന്തനീയമാണ് പഴയ നിയമത്തിൽ. സഹോദരന്മാർ, എന്തൊക്കെ ദ്രോഹങ്ങൾ യോസഫിന് വിരോധമായി ചെയ്തു, പക്ഷേ യോസഫ് അതെല്ലാം അവരോട് ക്ഷമിച്ചു, അല്ലേ? ക്ഷമിച്ചു. സഹോദരന്മാർ വിചാരിച്ചു യോസഫ് അവിടെ മിസ്രയീമിൽ മന്ത്രിയൊക്കെ ആയപ്പോൾ തങ്ങൾക്ക് വിരോധമായി യോസഫ് നിൽക്കുമെന്ന് ഭയപ്പെട്ടപ്പോഴും യോസഫ് പറഞ്ഞൊരു കാര്യമുണ്ട്: നിങ്ങൾ എനിക്ക് ദോഷം ചെയ്തു, നിങ്ങൾ എനിക്കെതിരെ ഒത്തിരി ദോഷം ചെയ്തു, പക്ഷേ എൻ്റെ ദൈവം നിങ്ങൾ ചെയ്ത ദോഷമെല്ലാം ഗുണമാക്കി തീർത്തു. ഹല്ലേലൂയ. ഇന്ന് വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളും യോസഫിനെ പോലെ ആ ക്ഷമയുടെ ആത്മാവ് ഈ ദിവസങ്ങളൊന്ന് നേടാമെങ്കിൽ ആമേൻ, കർത്താവ് നമ്മിൽ പ്രസാദിക്കാൻ തുടങ്ങുക. നിങ്ങൾ ക്ഷമിക്കാൻ തുടങ്ങുമ്പോൾ ദൈവം നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരാൻ തുടങ്ങുക. നിങ്ങൾ ക്ഷമിക്കാൻ തുടങ്ങുമ്പോൾ ദൈവം നിങ്ങളുടെ അവസ്ഥയ്ക്ക് വ്യത്യാസം വരുത്താൻ തുടങ്ങും. യോസഫ് ക്ഷമിച്ചു, ദൈവം യോസഫിനെ അനുഗ്രഹിക്കാൻ തുടങ്ങി. യോസഫ് ക്ഷമിച്ചു, ദൈവം യോസഫിന്റെ ജീവിതത്തിൽ അഭിവൃദ്ധി വരുത്താൻ തുടങ്ങി. വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ പറയട്ടെ, നിങ്ങളുടെ അഭിവൃദ്ധിക്കും നന്മയ്ക്കും നിങ്ങളുടെ അനുഗ്രഹങ്ങൾക്ക് തടസ്സമായി നിൽക്കുന്നത് ക്ഷമിക്കാത്ത ഹൃദയം. കർത്താവിനോട് പറയാം: കർത്താവേ, പൂർണ്ണമായി ക്ഷമിക്കാനുള്ളൊരു ഹൃദയം എനിക്ക് നൽകണമേ. അങ്ങനെ നിങ്ങൾ ഒന്ന് ക്ഷമിക്കാൻ തുടങ്ങുമ്പോൾ ദൈവം നിങ്ങളുടെ അവസ്ഥയ്ക്ക് വ്യത്യാസം വരുത്തും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. കാൽവറി ക്രൂശിൽ കിടന്നുകൊണ്ട് യേശു കർത്താവ് പറഞ്ഞതുപോലെ, ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവരറിയായികയാൽ ഇവരോട് ക്ഷമിക്കണമേ എന്ന് കർത്താവ് പറഞ്ഞതുപോലെ, ഇന്ന് പകൽക്കാലം ആ ക്ഷമയുടെ ആത്മാവ് നിങ്ങൾക്കുണ്ടെങ്കിൽ അവൻ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും, നിങ്ങളിൽ പ്രസാദിക്കുന്ന കാര്യം. ദൈവം പ്രസാദിക്കുവാൻ നമ്മിൽ ഉണ്ടാകേണ്ട അഞ്ചാമത്തെ കാര്യം സങ്കീർത്തനങ്ങൾ 141:2. ഇങ്ങനെ ഞാൻ പറയും: പ്രാർത്ഥനയിലും ആരാധനയിലൂടെ ദൈവത്തെ നമ്മൾ അന്വേഷിക്കാൻ തുടങ്ങിയാൽ ദൈവത്തിന് പ്രസാദമാണ്. പ്രൈസ് ദി ലോർഡ്. വായിക്കാം. ദൈവത്തിന് ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യമാണ് ദൈവസന്നിധിയിൽ നാം അടുത്ത് ചെല്ലുക എന്നുള്ളത്. പ്രാർത്ഥനയ്ക്ക് നാം മുട്ടുമടക്കുക എന്നുള്ളത് ദൈവത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യമാണ്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ കർത്താവിൻ്റെ ജീവിതം നോക്കിയേ, പകൽ മുഴുവൻ തിരക്കിട്ട ശുശ്രൂഷയാ, പക്ഷേ രാത്രിയിൽ ശിഷ്യന്മാരാരും അറിയത്തില്ല. കർത്താവ് മലകളിലേക്ക് പോകുക, ഏകാന്ത സ്ഥലത്തേക്ക് പോകുക, നിർജ്ജന പ്രദേശത്തേക്ക് പോകുക. എന്തിനാ? ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ, പിതാവിൻ്റെ സന്നിധിയിൽ മധ്യസ്ഥത അണയ്ക്കുവാൻ. ഹല്ലേലൂയ. ഇന്ന് വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിന്റെ പ്രാർത്ഥന ദൈവസന്നിധിയിൽ പ്രസാദമുള്ള കാര്യമാണ്. നീ പ്രാർത്ഥനയ്ക്ക് മുഴങ്കാലും മടക്കുന്നത് ദൈവത്തിന് പ്രസാദമുള്ള കാര്യമാണ്. കാരണം നീ മുഴങ്കാൽ മടക്കുന്ന ദൈവസന്നിധിയില്ല. നിന്റെ ആവശ്യം നീ മനുഷ്യനോട് പറയുന്നത് ദൈവത്തിന് ഇഷ്ടമല്ല കേട്ടോ. നിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി നീ മറ്റുള്ളവരോട് കൈ നീട്ടുന്നത് ദൈവത്തിന് ഇഷ്ടമല്ല. ദൈവം പറയുക: എന്നോട് ചോദിക്കുക, നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ എന്നോട് അറിയിക്കുക. നിങ്ങൾക്ക് പ്രയാസമുള്ളത് മനുഷ്യന്റെ അടുത്തല്ല, എൻ്റെ അടുത്ത് കൊണ്ടുവരിക എന്ന് സർവശക്തനായ ദൈവം പറയുക. ഇന്ന് പകൽക്കാലം മനുഷ്യരിൽ ആശ്രയിക്കുന്നത്, മനുഷ്യരോട് അഭയാചന കഴിക്കുന്നത് ദൈവത്തിന് ഇഷ്ടമല്ല. പകരം ദൈവം പറയുക: നിങ്ങൾ എൻ്റെ സന്നിധിയിൽ വരിക. യേശു പറഞ്ഞില്ലേ, നിങ്ങൾ എൻ്റെ നാമത്തിൽ പിതാവിനോട് അപേക്ഷിക്കുന്നതൊക്കെയും അവൻ ചെയ്തു തരും. നിങ്ങൾ എൻ്റെ നാമത്തിൽ എന്നോട് അപേക്ഷിക്കുന്നതൊക്കെയും ഞാൻ നിങ്ങൾക്ക് ചെയ്തു തരും. ദൈവമക്കളുടെ പ്രാർത്ഥന ദൈവത്തിന് പ്രസാദമാണ്. ഇന്ന് പകൽ നീ പ്രാർത്ഥനയ്ക്ക് മുഴങ്കാലും മടക്കുമ്പോൾ അറിയേണ്ട ഒരു കാര്യം, സ്വർഗത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം ചെയ്യുക. ഒരു കാര്യം കൂടെ പറഞ്ഞാൽ ഭാഗം വിടാ. നിന്റെ പ്രാർത്ഥനയ്ക്കകത്ത് നിന്റെ സ്വാർത്ഥമായ കാര്യങ്ങളൊക്കെ പ്രാർത്ഥിക്കുന്നത് മാത്രമല്ല, വ്യക്തിപരമായ കാര്യങ്ങളൊക്കെ പ്രാർത്ഥിക്കണം. നിങ്ങളുടെ ആവശ്യങ്ങളൊക്കെ എന്ത് ചെയ്യണം? സ്തോത്രത്തോടെ അറിയിക്കണം. അത് ദൈവത്തിന് ഇഷ്ടമാണ്. പക്ഷേ ദൈവത്തിന് ഇഷ്ടമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രാർത്ഥന എന്ന് പറയുന്നത് നമ്മുടെ വ്യക്തിപരമായ ആവശ്യങ്ങൾ മാത്രം പ്രാർത്ഥിക്കുന്നതല്ല. പിന്നെയോ അപ്പൻ്റെ ഇഷ്ടമാ. അവിടുത്തെ ഹിതത്തിനനുസരിച്ച് നിന്റെ പ്രാർത്ഥന മാറുമ്പോൾ, നിന്റെ പ്രാർത്ഥനയിൽ അവിടുത്തെ ഹിതമാണ് നീ പ്രാർത്ഥിക്കുന്നതെങ്കിൽ അത് ദൈവത്തിന് ഭയങ്കര പ്രസാദമാണ്. ഇന്ന് പകൽ ദേശത്ത് ദൈവപ്രവൃത്തി വെളിപ്പെടാൻ നീ പ്രാർത്ഥിച്ചു തുടങ്ങുമ്പോൾ ദൈവം പറയും: എൻ്റെ നാമം മഹത്വീകരിക്കാൻ എൻ്റെ ദാസി പ്രാർത്ഥിക്കുന്നു, എൻ്റെ മകൻ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന് പ്രസാദമാണ്. പ്രൈസ് ദി ലോർഡ്. ആളുകൾ മാനസാന്തരപ്പെടാൻ നീ പ്രാർത്ഥിച്ചു തുടങ്ങുമ്പോൾ അത് അപ്പൻ്റെ ഇഷ്ടമാണ്. എല്ലാവരും മാനസാന്തരപ്പെടണമെന്നാണ് ദൈവത്തിൻ്റെ ഇഷ്ടം. മനസ്സിലാകുന്നുണ്ടോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ജീവിതത്തിൽ തകർക്കപ്പെട്ട് ഉടയ്ക്കപ്പെട്ട് ആരോരുമില്ലാത്തവർക്ക് കരയുമ്പോൾ ദൈവത്തിനത് ഇഷ്ടമാണ്. കാരണം ദൈവം ഏറ്റവും തകർന്നതിനെയും ഉടഞ്ഞതിനെയും പണിയാൻ ആഗ്രഹിക്കുന്ന ദൈവമാണ്. ഇന്ന് പകൽ ദൈവരാജ്യം വരുവാൻ നീ പ്രാർത്ഥിക്കാനായിട്ട് മുഴങ്കാലം മടക്കിയാൽ സ്വർഗത്തിലെ ദൈവത്തിന് ഇഷ്ടമാണ്. കാരണം കർത്താവ് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചില്ലേ, നിന്റെ രാജ്യം വരണമേ. ഇന്ന് പകൽ ഒരാത്മീകന്റെ പ്രാർത്ഥന ദൈവത്തിന് ഇഷ്ടമാണ്. ആ പ്രാർത്ഥനയിൽ ദൈവഹിതം മനസ്സിലാക്കി പ്രാർത്ഥിക്കുന്നൊരു ദൈവ പൈതലാണെങ്കിൽ ആ പ്രാർത്ഥനയിൽ തമ്പുരാൻ പ്രസാദിക്കും. കരമുയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. പ്രൈസ് ദി ലോർഡ്. ആ പ്രാർത്ഥനയോട് ചേർത്ത് പറയട്ടെ, ആത്മീകന്റെ ആരാധന ദൈവത്തിന് വലിയ ഇഷ്ടമാണ്.
സ്തോത്രം. നോഹ പെട്ടകത്തിൽ നിന്ന് പുറത്തിറങ്ങി ദൈവത്തിന് യാഗം കഴിച്ചു. ദൈവഹൃദയത്തിൽ സംപ്രീതനായി ദൈവം നോഹയെയും കുടുംബത്തെയും അനുഗ്രഹിച്ചു. അവനോടൊരു നിയമം ചെയ്തു. ഇന്ന് പകൽ വചനം കേൾക്കുന്ന ദൈവപൈതലേ, അവൻ യേശു കർത്താവ് ശമരിയാക്കാരി സ്ത്രീയോട് പറഞ്ഞു, സത്യ നമസ്കാരികൾ പിതാവിനെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്ന നാഴിക വരുന്നു, ഇതാ വന്നുമിരിക്കുന്നു. ഇന്ന് പകൽക്കാലം ആമേൻ സ്വന്തം ബാഹ്യമായ പ്രകടനങ്ങൾക്കപ്പുറമായി കാഴ്ചപ്പാടുകൾക്കപ്പുറമായി ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്ന ദൈവമക്കൾ എവിടെയുണ്ടോ ആ സത്യ ആരാധനയെ ദൈവം വിലമതിക്കുന്നു. അതേത് കാട്ടിലാകട്ടെ, അവൻ ഏത് പ്രതിസന്ധിയുള്ള സ്ഥലത്താകട്ടെ, അവൻ ആരാധിക്കാൻ, യേശുവിന്റെ നാമത്തെ ഉയർത്താൻ, അത് കാരാഗ്രഹത്തിനകത്താകട്ടെ. നിങ്ങൾ കണ്ടില്ലേ, കാരാഗ്രഹത്തിനകത്ത് രണ്ട് പേര് അവൻ ദൈവത്തെ ആരാധിക്കാൻ തുടങ്ങിയപ്പോൾ, ആത്മാവിലും സത്യത്തിലും അവിടുത്തെ സ്തുതിക്കാൻ തുടങ്ങിയപ്പോൾ, കാരാഗ്രഹമായതുകൊണ്ട് പോകണ്ട എന്നല്ല, ആ കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനങ്ങളെ കുലുക്കിക്കൊണ്ട് സർവശക്തനായ ദൈവത്തിന്റെ പരിശുദ്ധ സാന്നിധ്യം കാരാഗ്രഹത്തിനകത്തേക്ക് വെളിപ്പെട്ടു വന്നെങ്കിൽ ജീവനുള്ള ദൈവമക്കളുടെ ആരാധന ദൈവത്തിന് പ്രസാദമാണ്. സ്തോത്രം. നമ്മുടെ ആരാധന മറ്റുള്ളവർക്ക് പ്രസാദമല്ല. നമുക്കറിയാം, ലോകം മുഴുവനും പെന്തിക്കോസുകാരുടെ ആരാധനയ്ക്കെതിരെ പ്രശ്നമാണ്, സൗണ്ടാണ്, ബഹളമാണ്. ആളുകൾ ബഹളം വെച്ചുകൊണ്ടിരിക്കുക. അയ്യോ, എന്തൊരു സൗണ്ടാണ്, എന്തൊരു ശബ്ദമാണ്. പക്ഷേ ജീവനുള്ള ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നത് ദൈവത്തിന് പ്രസാദമാണ്. സ്വർഗത്തിലെ ആരാധനയെക്കുറിച്ച് നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? എന്താ എഴുതിയിരിക്കുന്നത്? അവിടുത്തെ ആരാധന പെരുവെള്ളത്തിൻ്റെ ഈരച്ചിൽ പോലെ. അത് പിടി കിട്ടുന്നുണ്ടോ? ഞാൻ ആലോചിക്കുക, നമ്മുടെ ചില അച്ചായന്മാരും അമ്മമാരും എങ്ങനെ അവിടെ പോയി ഇരിക്കും? സ്തോത്രം. പെരുവെള്ളത്തിൻ്റെ ഈരച്ചിൽ പോലെ അവിടുത്തെ ആരാധന. മനസ്സിലാവുന്നുണ്ടോ? ഇത് ദൈവത്തിന് ഇഷ്ടമാണ്. ഇന്ന് നിങ്ങൾ ആത്മാവിൽ ശക്തിയോടെ ആദരം തുറന്ന് ദൈവത്തെ ആരാധിക്കുമ്പോൾ, ഹല്ലേലൂയ, ആ ആരാധനയിൽ ദൈവത്തിന് പ്രസാദമാ. നിന്റെ അന്യഭാഷയിൽ ദൈവത്തിന് പ്രസാദമാ. നിന്റെ ആരാധനയിൽ ദൈവത്തിന് പ്രസാദമാ. അവർ ആത്മികർ വിശുദ്ധിയോടെ, അനുസരണത്തോടെ, സ്നേഹത്തോടെ, താഴ്മയോടെ ദൈവസ്ഥനിൽ വന്ന് ആരാധിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും സ്വർഗത്തിലെ ദൈവത്തിന് പ്രസാദമാണ്. ഇനിയുള്ള ചില നിമിഷങ്ങൾ ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്, ദൈവത്തിന് പ്രസാദമുള്ള കാര്യം ഏകദേശം മനസ്സിലായി. ഇത് മാത്രമല്ല, എൻ്റെ ചോദ്യം, ഇതൊക്കെ നമുക്കറിയാം, ദൈവത്തെ പ്രസാദിപ്പിക്കേണ്ടത് എങ്ങനെയാണ്? ഇങ്ങനെയൊക്കെ ചെയ്താൽ ദൈവം പ്രസാദിക്കും. എല്ലാം ആയില്ല കേട്ടോ, ഇനി ഒരുപാട് കാര്യങ്ങളുണ്ട്. സമയത്തിന് പരിമിതി മൂലം ഞാൻ 5 കാര്യങ്ങൾ പറഞ്ഞുള്ളൂ. പക്ഷെ എൻ്റെ ചോദ്യം, എന്തുകൊണ്ടാണ് നമുക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ഈ കാര്യങ്ങളൊക്കെ അറിയാമെങ്കിലും ഇതൊന്നും നമുക്ക് പറ്റാത്തത് എന്തുകൊണ്ടാണ്? അത് നമ്മളൊന്ന് അറിയണ്ടേ? ദൈവത്തെ പ്രസാദിപ്പിക്കേണ്ടത് എങ്ങനെയാണെന്ന് നമുക്ക് അറിയാം, കാര്യങ്ങളൊക്കെ അറിയാം, പക്ഷേ എന്തുകൊണ്ടും നമുക്ക് പറ്റുന്നില്ല. അതിലെ ഒന്നാമത്തെ കാര്യമെന്ന് പറയുന്നത്, നമ്മൾ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ നമ്മുടെ അകത്തൊരാഗ്രഹം ഉണ്ടെങ്കിലും നമ്മുടെ ജഡമെന്ന് പറയുന്ന ഒരു സംഗതി നമുക്കുണ്ട്. പിടികിട്ടിയോ? ഈ ജഡത്തിന് നേരത്തെ പറഞ്ഞ കാര്യങ്ങളോടൊന്നും ഒരു താല്പര്യമില്ല. നമുക്ക് വായിക്കാം റോമാലേഖനം 7-ാം അധ്യായത്തിന്റെ 18-19 വാക്യം. അവിടെ പറയാ, എന്റെ ജഡത്തിൽ നന്മ വസിക്കുന്നില്ല എന്ന് ഞാൻ അറിയുന്നു. നന്മ ചെയ്യാനുള്ള താല്പര്യം എനിക്കുണ്ട്, പ്രവർത്തിക്കുന്നതോ ഇല്ല. കണ്ടോ, ഞാൻ ചെയ്യേണ്ട നന്മ ചെയ്യുന്നില്ലെന്ന് മാത്രമല്ല, ഇച്ഛിക്കാത്ത തിന്മയാണ് എന്നിൽ നിന്ന് വരുന്നത്. എല്ലാവരും എൻ്റെ കൂടെ ഉണ്ടോ? നോക്കിക്കേ, നമ്മുടെ ജഡം എത്ര പ്രശ്നക്കാരനാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? എത്ര പേർക്ക് മനസ്സിലായി? നമ്മുടെ ഈ ജഡത്തിന്റെ കുഴപ്പം പിടി കിട്ടിയോ? ജഡത്തിന്റെ പ്രശ്നം മനസ്സിലായോ? അകത്തറിയാം ചെയ്യേണ്ട എന്തുവാന്ന്, അല്ലേ? ദൈവം പ്രസാദിക്കുന്ന കാര്യം എന്താന്നൊക്കെ അറിയാം, പക്ഷേ ജഡം സമ്മതിക്കത്തില്ല. ഇതെല്ലാവരും പഠിച്ചിരിക്കണം. ജഡം സമ്മതിക്കത്തില്ല കേട്ടോ. ഇച്ഛിക്കാത്ത തിന്മ വരുത്തും. കുറ്റം പറയണമെന്നൊന്നും ആഗ്രഹമില്ല. നമുക്കറിയാം, കുറ്റം പറഞ്ഞാൽ ദൈവത്തിന് ഇഷ്ടമല്ല. നോണ പറയരുതെന്ന് അറിയാം. നോണ പറയുന്ന ദൈവത്തിന് ഇഷ്ടമല്ലെന്നും അറിയാം, അല്ലേ? അപവാദം പറയരുതെന്ന് അറിയാം, പക്ഷേ ജഡം സമ്മതിക്കുന്നില്ല, അല്ലേ? ഇത് നമ്മളെ കൊണ്ട് പണിയെടുപ്പിക്കുക, ജഡം, അല്ലെ? ജഡം പ്രവർത്തിക്കുക. ദൂത് പിടി കിട്ടിയോ?
ദൈവം പ്രസാദിക്കാത്തത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലായോ? ഈ ജഡം ഓരോരുത്തരിലും ശക്തമായി നിൽക്കുക. സ്തോത്രം. ആരാധനാന്തരീക്ഷത്തിൽ ഒരു പക്ഷേ ആ ജഡം കുറച്ചൊക്കെ ഒതുങ്ങിയൊക്കെ നിൽക്കും. പക്ഷേ ഈ അന്തരീക്ഷം വിട്ട് വെളിയിലോട്ട് ഇറങ്ങിയാൽ ഈ ജഡം പെട്ടെന്ന് കയറി അങ്ങ് പ്രവർത്തിക്കാൻ തുടങ്ങും. അവൻ ശക്തി ആർജിക്കും. ഒരു യഥാർത്ഥ ആത്മികൻ അറിയണം, ഞാൻ ഈ ജഡമനുസരിച്ചല്ല ജീവിക്കേണ്ടത്, ഞാൻ ആത്മാവിനെ അനുസരിച്ച് ജീവിക്കേണ്ട വ്യക്തിയാണ്. ഈ ജഡത്തിൻ്റെ ഇഷ്ടപ്രകാരം ഞാൻ ജീവിക്കത്തില്ല. ഞാൻ ജഡത്തെ ആത്മാവിനാൽ ജഡത്തിൻ്റെ പ്രവൃത്തികളെ മരിപ്പിക്കുമെന്ന് പൗലോസ് വചനത്തിൽ പറയുന്നത് പോലെ ഇന്ന് പകൽക്കാലം ജഡത്തിൻ്റെ പ്രവൃത്തികളെ ആത്മാവിൽ മരിപ്പിക്കാൻ ആത്മശക്തി പ്രാപിക്കുന്ന ദൈവവേദന മാത്രമേ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുകയുള്ളൂ. അല്ലാത്തവര് ആരാധിക്കും, പ്രാർത്ഥിക്കും, എല്ലാം ഉണ്ട്. പക്ഷേ കുറച്ച് കഴിയുമ്പോൾ അവരുടെ ജഡം പ്രവർത്തിക്കും. ഇച്ഛിക്കാത്ത തിന്മയെല്ലാം അവരെ കൊണ്ട് ചെയ്യിപ്പിക്കും. അപ്പോൾ അവർ പ്രാർത്ഥിച്ചത് വെറുതെയായി, ആരാധിച്ചത് വെറുതെയായി, ദൈവത്തിൽ നിന്നത് വെറുതെയായി. ജഡം ഉയരാൻ തുടങ്ങി. വചനം കേൾക്കുന്നവരോട് ഗൗരവമായി പറയട്ടെ, ജഡത്തെ നിങ്ങൾ പ്രവർത്തിക്കാൻ അനുവദിക്കാതെ ജഡത്തെ ജയിക്കാൻ ആത്മാവിലെ ദിവസങ്ങളിൽ കൃപ പ്രാപിക്കണം. ഇനി വിശദീകരിക്കേണ്ടതാ, ശരിക്കും ഇത് വിശദീകരിച്ച് പറയേണ്ടതാ, സമയമില്ലാത്തത് കൊണ്ട്. രണ്ടാമത്തെ വിഷയം, എന്തുകൊണ്ട് നമുക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുന്നില്ല? അത് ഈ ലോകത്തിൻ്റെ സ്വാധീനമാണ്. നമ്മളൊക്കെ ജീവിക്കുന്നത് എവിടെയാ? പാപം നിറഞ്ഞ, അശുദ്ധി നിറഞ്ഞ, സാത്താൻ തിന്മ നിറഞ്ഞ ഈ ലോകത്തിലാണ്. അപ്പം ഈ ലോകം നമ്മെ വല്ലാതെ എന്ത് ചെയ്യും? സ്വാധീനിക്കും. നമുക്കെല്ലാവർക്കും അറിയാം, 1 യോഹന്നാൻ 2:15-16. ലോകത്തെയും ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കരുത്. ഒരുത്തൻ ലോകത്തെ സ്നേഹിച്ചാൽ അവനിൽ പിതാവിൻ്റെ സ്നേഹമില്ല. അപ്പൊ ഈ ലോകം നമ്മെ ആകർഷിക്കും, ലോകം നമ്മളെ മോഹിപ്പിക്കും. ഈ ലോകത്തോടുള്ള നമ്മുടെ സ്നേഹം കൂടുമ്പോൾ ദൈവസ്നേഹം നമ്മിൽ നിന്ന് കുറയും. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഈ ലോകസ്നേഹം കടക്കുന്ന മാർഗങ്ങൾ ദൈവമക്കൾ ഗൗരവമായി പരിഗണിച്ച് ഇത് കുറയ്ക്കാൻ ദൈവത്തോടടുക്കണം. നിത്യമായതിൽ നമ്മുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. നിത്യതയുമായി നമ്മൾ ബന്ധപ്പെട്ടാൽ ലോകസ്നേഹം കുറഞ്ഞ് നമ്മെ വരും. എനിക്ക് വിശദീകരിക്കാൻ സമയമില്ലാത്തത് കൊണ്ട് വായിക്കുന്നില്ല. മൂന്നാമത്തെ പ്രശ്നം സാത്താൻ്റെ വഞ്ചനയാണ്. നമുക്ക് വായിക്കാം 2 കൊരിന്ത്യർ 4:4. ദൈവപ്രതിമയായ യേശുക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷത്തിന്റെ പ്രകാശനം ശോഭിക്കാതിരിക്കാൻ അവിശ്വാസികളുടെ മനസ്സുകളുണ്ടാക്കുന്നു. അപ്പൊ ഈ ലോകത്തിന്റെ ദൈവം സാത്താനാണ്. നമുക്കറിയാം, ഈ സാത്താൻ നേരത്തെ പറഞ്ഞ ലോകസ്നേഹത്തിലേക്കും ലോകമയത്വത്തിലേക്കും നമ്മെ പ്രലോഭിപ്പിക്കും. അതാണ് സാത്താന്റെ അടിസ്ഥാന പരിപാടി. ഹവ്വയോട് പറഞ്ഞു, ഈ പഴം നോക്കിക്കേ, തിന്നു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നിങ്ങൾ ദൈവത്തെ പോലെ ആകും. കേട്ടോ, പ്രലോഭകൻ. സാത്താൻ്റെ പ്രലോഭനമാണ് ദൈവപ്രസാദത്തിൽ നമ്മളെ തകർക്കുന്നത്. അവൻ പ്രലോഭിപ്പിക്കുമ്പോൾ ആ പാപത്തിലേക്ക് വീഴുന്നത്. അങ്ങനെയല്ലേ വചനം പറയുന്നത്? മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു, പാപം മുഴുത്തിട്ട് മരണത്തെ പെറുന്നു. ഇന്ന് വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, പിശാചാണ് ഈ പ്രലോഭനത്തിലേക്ക് നയിക്കുന്നത്. ലോകത്തിൻ്റെ സൗന്ദര്യത്തെയും ആകർഷണത്തെയും ആളുകളുടെ ഉള്ളിൽ കൊണ്ടുവന്ന് ധനമോഹവും ലോകസ്നേഹവും കുത്തി നിറച്ച്, അധികാര സ്നേഹം അകത്ത് കുത്തി നിറച്ച് പ്രലോഭിപ്പിച്ച്, യേശുവിൻ്റെ അടുക്കൽ വന്നില്ലേ, വീണെന്നെ നമസ്കരിച്ചാൽ ഈ കാണുന്നതൊക്കെ ഞാൻ നിനക്ക് തരാ. ഇന്ന് പകൽ പ്രലോഭിപ്പിക്കുന്ന പ്രലോഭകനായ പിശാച് അകത്ത് വന്ന് നമ്മെ പലപ്പോഴും പ്രലോഭിപ്പിച്ച് ലോകസ്നേഹത്തിലേക്ക് നമ്മെ വഴുതി വീഴ്ത്തുമ്പോൾ അറിയേണ്ട ഒരു കാര്യമുണ്ട്, ദൈവപ്രസാദം നമ്മിൽ നിന്ന് അകന്നു പോകും. വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, തിരുവെഴുത്ത് പറയുന്നത് പോലെ സാത്താന്റെ തന്ത്രങ്ങളെ നാം മനസ്സിലാക്കി അവനോട് എതിർത്തു നിന്നാൽ നമുക്കതിൽ നിന്ന് ജയം നേടാൻ കഴിയുക. വിശ്വസിക്കുന്നെങ്കിൽ ഒരു നല്ല ഹല്ലേലൂയ പറയാം. നാലാമത്തെ കാര്യം, എന്തുകൊണ്ട് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ പറ്റുന്നില്ല? ഭയം നമ്മുടെ അകത്ത്. മനുഷ്യന് അടിസ്ഥാനപരമായിട്ടുള്ളൊരു കാര്യമാണ് ഭയം. അതിൻ്റെ കൂടെ സാഹചര്യങ്ങൾ വരുമ്പോൾ നമ്മുടെ അകത്ത് ഭയവും സംശയവും കൂടും. ഇതുകൊണ്ട് ദൈവം പ്രസാദിക്കത്തില്ല. സംശയിക്കുന്നവൻ കാറ്റടിച്ച് അലയുന്ന കടൽ തിരക്ക് സമൻ. അങ്ങനെയുള്ളവൻ ദൈവത്തിങ്കിൽ നിന്ന്
ഒന്നും അപ്പൊ പ്രാർത്ഥനയ്ക്കും മറുപടി പോലും കിട്ടാത്ത നിലയിൽ സംശയത്തിനകത്ത് നമ്മളെ കൊണ്ടുവന്നെത്തിക്കും, ഭയത്തിനകത്ത് നമ്മൾ കൊണ്ടുവന്നെത്തിക്കും. അല്ലേ? ഈ ജീവിക്കുന്ന ദൈവം അറിയാതെ നിങ്ങളുടെ തലയിലെ ഒരു മുടി പോലും കൊഴിഞ്ഞു പോകത്തില്ലെന്ന് അടിസ്ഥാനപരമായി യേശു പഠിപ്പിച്ചു കഴിഞ്ഞതാ. അല്ലേ? നിങ്ങൾ എന്തിനെക്കുറിച്ചാ വിചാരപ്പെടുന്നത്? ആകാശത്തിലെ പറവയെ നോക്കുവേൻ, അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിൽ കൂട്ടിവെക്കുന്നതുമില്ല. എൻ്റെ കർത്താവ് പറഞ്ഞില്ലേ, ആമേൻ, സ്വർഗസ്ഥനായ പിതാവ് അവയെ പുലർത്തുമെന്ന് പറഞ്ഞപ്പോഴും വിചാരങ്ങൾ ഉള്ളിൽ കുത്തി നിറച്ച് നാളെയെക്കുറിച്ചുള്ള ആദി കയറ്റി സംശയവും ഭയവും നിരാശയും വരുത്തുന്നതോടുകൂടി ദൈവപ്രസാദത്തിൽ നമ്മൾ മാറിപ്പോകും. വിശ്വാസം മാറിപ്പോകും. ഭയം, സംശയം. പത്രോസ് പറഞ്ഞു, കർത്താവേ നീ ആണെങ്കിൽ എന്നോടൊന്ന് പറ, ഞാൻ നടന്നു വരാം. യേശു പറഞ്ഞു, ധൈര്യമായിട്ട് വാ. പക്ഷേ പത്രോസ് ചില ചുവടുകൾ നടന്നു. ഉറച്ച നിലത്തിലൂടെ നടക്കുന്നത് പോലെ തന്നെയാ പത്രോസ് ആ വെള്ളത്തിലൂടെ നടന്നത്. പക്ഷേ ചില മിനിറ്റുകൾ കഴിഞ്ഞപ്പോൾ പത്രോസ് ചുറ്റും നോക്കി, ഭയപ്പെട്ടു, അവിശ്വസിച്ചു, അവൻ മുങ്ങിത്താഴാൻ തുടങ്ങി. ഇന്ന് പകൽ ദൈവത്തെ സേവിക്കാൻ ഇറങ്ങി തിരിച്ചപ്പോൾ എന്ത് വലിയ വിശ്വാസമായിരുന്നല്ലേ. ദൈവം അങ്ങ് നടത്തുവെന്നും ദൈവം പരിപാലിക്കുമെന്ന് പറഞ്ഞു വന്നതാ. ഇപ്പോഴെവിടെയാ നിൽക്കുന്നത്? ഭയത്തില, ആശങ്കയില, എങ്ങനെ മുന്നോട്ട് പോകുമെന്നുള്ള ചിന്തയില. ഇന്ന് പകൽ നിങ്ങളോട് ആത്മാവിൽ ഞാൻ ദൂത് പറയുക, വിളിച്ച ദൈവം വിശ്വസ്തനാ. ഇന്ന് പകൽ നിന്റെ നോട്ടം മാറിയത് കൊണ്ടാ, നിന്റെ വിശ്വാസത്തിൽ കുറവ് വന്നത് കൊണ്ടാ ഇന്ന് പകൽ ഭയപ്പെടണ്ട. ഞാൻ നിന്നോട് കൂടെ ഉണ്ടെന്ന് അരുളി ചെയ്തവൻ ഇന്നും മാറ്റമില്ലാത്തവനായി അവിടെയുണ്ട്. നിന്നെ കൈവിട്ട് കളയത്തില്ല. അവൻ നിന്നെ കൈപിടിച്ച് അന്ത്യത്തോളം നടത്താൻ വിശ്വസ്തനാ. അതുകൊണ്ട് തിരുവെടുത്ത് പറയുന്നത് പോലെ വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക. എല്ലാ ഭയവും എല്ലാ സംശയവും ഇന്ന് പകൽക്കാലം മാറിപ്പോകട്ടെ. അടുത്തത് ആത്മീയ അലസത. ചില ആളുകൾ ഈ വിശ്വാസ ജീവിതം എന്ന് പറയുന്നത് വളരെ ആലസമായിട്ട് പ്രാർത്ഥിച്ചു, വേണമെങ്കിൽ പ്രാർത്ഥിക്കണം, വേണമെങ്കിൽ ആരാധിക്കണം, സമയമുണ്ടെങ്കിൽ പ്രാർത്ഥിക്കണം, സമയമുണ്ടെങ്കിൽ ആരാധിക്കണം, സമയമുണ്ടെങ്കിൽ വചനം വായിക്കണം, മറ്റെല്ലാം കഴിഞ്ഞിട്ട് ഓക്കെ ടൈം ഉണ്ടെങ്കിൽ ദൈവത്തോട് അല്പസമയം ഇരിക്കാം. ഇതൊരു യുദ്ധക്കളമാണ്. ഇത്ര ദൈവമക്കൾക്ക് മനസ്സിലായെന്നറിയില്ല. അലസതയോടെ യുദ്ധക്കളത്തിൽ നിൽക്കുന്ന ഒരാളെക്കുറിച്ച് സങ്കല്പിച്ച് നോക്കിക്കേ. ഒട്ടും കെയർഫുൾ ഇല്ലാതെ വണ്ടി ഓടിക്കുന്ന ഒരാളെ കുറിച്ച് ചിന്തിച്ചു നോക്കി. തിരക്കുള്ള റോഡിലൂടെ അലസമായി ഒരാൾ വാഹനം ഓടിച്ചാൽ എന്ത് സംഭവിക്കും? അപകടം ഉണ്ടാകും. ഇന്ന് പകൽ ക്രിസ്തീയ ജീവിതം സൂക്ഷ്മതയോടെ ഒരു പട്ടാളക്കാരൻ യുദ്ധക്കളത്തിൽ ചുവട് വയ്ക്കുമോ ചുറ്റും നോക്കി ശ്രദ്ധയോടെ മാർച്ച് ചെയ്യുന്നത് പോലെയാ. ഇന്ന് പകൽ ക്രിസ്തീയ ജീവിതത്തിൽ അലസത പാടില്ല കേട്ടോ. സ്തോത്രം. ഉറങ്ങാൻ പാടില്ല, ആത്മീയ മന്ദത വരാൻ പാടില്ല, പ്രാർത്ഥനയിൽ കുറവ് വരാൻ പാടില്ല, ഒരു ദിവസം പ്രാർത്ഥിക്കേണ്ടെന്ന് ചിന്തിക്കാൻ പാടില്ല, ഇന്ന് വചനം വായിച്ചില്ലെങ്കിൽ എന്നാ കുഴപ്പമെന്ന് ചിന്തിക്കാൻ പറ്റുകയില്ല, ഇന്നൊരു നേരം പ്രാർത്ഥിച്ചില്ലെങ്കിൽ, ഇന്നൊരു നേരം ദൈവശബ്ദം കേട്ടില്ലെങ്കിൽ എന്ത് സംഭവിക്കാനാ? ഒന്നും സംഭവിക്കില്ല എന്ന് പറഞ്ഞ് അലസമായ ഒരു ജീവിതം നയിക്കേണ്ട മാർഗമല്ല ക്രിസ്തീയ മാർഗം. പ്രൈസ് ദി ലോർഡ്. ഇത് ഓരോ സെക്കൻഡും സൂക്ഷ്മതയോടെ ജീവിക്കേണ്ടതാ. കാര്യമെന്താ? പിശാച് അലറുന്ന സിംഹമെന്ന പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് തിരിഞ്ഞ് ചുറ്റി നടക്കുമ്പോൾ ഈ ദിവസങ്ങളിൽ ആമേശ്വത്രം ഓരോ ദൈവവേദനം സൂക്ഷ്മതയോടെ ജീവിക്കണം, വിശ്വാസത്തിൽ വളർന്നുകൊണ്ടിരിക്കണം, പ്രാർത്ഥനയിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കണം, കണ്ണുനീര് കുറയാതെ ആത്മാവിൽ ദൈവത്തോട് അടുത്ത് ജീവിച്ചെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് ഈ ഒരു ക്രിസ്തീയ ജീവിതം അലസമായി ജീവിച്ചാൽ എന്ത് സംഭവിക്കും? ദൈവപ്രസാദം നമുക്ക് ലഭിക്കില്ല. ഞാൻ എൻ്റെ വാക്കുകളെ ഇവിടെ ചുരുക്കുന്നു. നമ്മളെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് ദൈവപ്രസാദം ലഭിക്കണമെന്ന്. എല്ലാ കണ്ണുകളും ഒന്ന് അടച്ചാട്ടെ. ദൈവം മുമ്പാകെ നമ്മുടെ ഹൃദയങ്ങളെ ഒന്ന് ഏകാഗ്രമാക്കിയാട്ടെ. ഇന്ന് പകൽ ദൈവത്തിൻ്റെ പ്രസാദം ലഭിക്കേണ്ടതിന് നാം എങ്ങനെ ജീവിക്കണമെന്ന് ഞാൻ നിങ്ങളോട് ഈ തിരുവെഴുത്തിലൂടെ സംസാരിച്ചു. അതിന് തടസ്സമായി നിൽക്കുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നും ഞാൻ നിങ്ങളോട് സംസാരിച്ചു. ഇന്ന് പകൽ ഈ തിരുവെഴുത്തിലെ സത്യങ്ങൾ മനസ്സിലാക്കി ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ഒരു ജീവിതം നയിക്കുവാൻ കർത്താവെ ഞങ്ങളെ സഹായിക്കണമെന്ന് ആത്മാർത്ഥമായി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവപ്രസാദം ലഭിച്ചാൽ നിൻ്റെ ജീവിതം ധന്യമാകും. ദൈവപ്രസാദം ലഭിച്ചാൽ വഴിയില്ലാത്തടത്ത് വഴിയുണ്ടാകും. ദൈവപ്രസാദം ലഭിച്ചാൽ ആരൊക്കെ വിരോധമായി നിന്നാലും ദൈവത്തിൻ്റെ മഹത്വം നിന്നിൽ വെളിപ്പെടും. ദൈവപ്രസാദം ലഭിച്ചവനെ തകർക്കാൻ ഒരു ശക്തിക്കും പറ്റുകയില്ല. ദൈവപ്രസാദം ലഭിച്ചവരെ ഒതുക്കിക്കളയാൻ ഒരു വ്യക്തിക്കും പറ്റില്ല. അവർ ദൈവത്താൽ മാനിക്കപ്പെടുന്നവരാണ്. ഇന്ന് പകൽ ആ ദൈവപ്രസാദം ലഭിച്ച് അനുഗ്രഹിക്കപ്പെട്ടൊരു ജീവിതം നയിക്കേണ്ടതിന് കർത്താവ് കൃപ തരുവാൻ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം.